ഹൈ ഡിയേഴ്സ്, ഓൺലൈൻ പഠനങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വൈസ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ വൈസ് ആപ്ലിക്കേഷൻ്റെ ക്ലാസ് റൂമുകളിൽ ഒരു സ്റ്റുഡൻറ്റിനെ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. വൈസ് ആപ്ലിക്കേഷനിൽ ക്ലാസ് റൂമുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ടീച്ചേഴ്സ് ആയിരിക്കും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് റൂമിൻ്റെ ഇൻവിറ്റേഷൻ ലിങ്ക് സ്റ്റുഡൻസിന് നൽകുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റുഡൻസ് ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ഇൻവിറ്റേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ഇൻവിറ്റേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നേരിട്ട് പോകുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും. അതിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ വൈസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ വൈസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൈസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അങ്ങനെ വൈസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മളുടെ നമ്പർ വെച്ചിട്ടായിരിക്കും വൈസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത്, നമ്മളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മളുടെ ആ മൊബൈലിൽ ഏതാണോ നമ്പർ ഉള്ളത് ആ നമ്പേഴ്സ് അവിടെ കാണിക്കുന്ന നമ്പർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൽ നമ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ മുകളിൽ നിങ്ങളുടെ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള സ്പേസിൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഫോണിലുള്ള നമ്പറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇതിലോട്ട് ഏത് നമ്പറാണോ കൊടുത്തിരിക്കുന്നത് അതിലോട്ടൊരു OTP വരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഫോണിലോട്ട് വന്നിട്ടുള്ള OTP ഓട്ടോമാറ്റിക്കലി വെരിഫൈ ആകുന്നതായിരിക്കും. അങ്ങനെ ഫസ്റ്റ് വരുന്ന ഇൻ്റർഫേസ് ഇതായിരിക്കും. അതിൽ നിങ്ങൾക്ക് കാണാം പെൻഡിങ് റിക്വസ്റ്റ് തേർഡ് ഇയർ അൻസാർ സ്കൂൾ എന്നുള്ള മാത്തമാറ്റിക്സ് ക്ലാസ് റൂമിൽ ആ ടീച്ചർ നൽകിയിട്ടുള്ള ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യുവാനുള്ള റിക്വസ്റ്റ് പോയിട്ടുണ്ട്. അങ്ങനെ ടീച്ചേഴ്സ് തേർഡ് ഇയർ ക്ലാസ് റൂം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ജോയിൻ റിക്വസ്റ്റ് എന്ന് കാണുന്നതായിരിക്കും. അങ്ങനെ ആ ജോയിൻ റിക്വസ്റ്റ് അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ നൽകിയിട്ടുള്ള സ്റ്റുഡൻറ്റ് റിക്വസ്റ്റ് അവിടെ കാണുന്നതായിരിക്കും. അത് ടീച്ചേഴ്സ് ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ ക്ലാസ് റൂമിലെ സ്റ്റുഡൻ്റായിട്ട് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ടീച്ചർ സ്റ്റുഡൻ്റായി ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും വൈസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഓൾ ക്ലാസ് റൂമിൽ തേർഡ് ഇയർ അൻസാർ സ്കൂൾ മാത്തമാറ്റിക്സ് ക്ലാസ് റൂം നമുക്കവിടെ കാണാവുന്നതാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുക. അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ടാബ് ഓവർവ്യൂ എന്നുള്ളത് മൊത്തമായിട്ട് മാത്സ് സബ്ജക്റ്റ് ആയിരിക്കും. അതിൻ്റെ ടൈം ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടോട്ടൽ ആ ക്ലാസ് റൂമിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്ന് കാണിക്കും. അതേപോലെ തന്നെ ആരാണ് ഇൻസ്ട്രക്ടർ എന്നുള്ളതും കൂടെ അതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ക്ലാസ് നോട്ട് സ്റ്റാർട്ടഡ് എന്നുള്ളടത്ത് ജോയിൻ ലൈവ് ക്ലാസ് എന്നുള്ളൊരു ബട്ടൺ വരും. അപ്പോൾ നമ്മളിപ്പോൾ വെനസ്ഡേ 10:45 ജോയിൻ ചെയ്താൽ ഇവിടെ ഈ ക്ലാസ് നോട്ട് സ്റ്റാർട്ടഡ് എന്നുള്ളടത്ത് ജോയിൻ ലൈവ് ക്ലാസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ടാബ് എന്നുള്ളത് ഡിസ്കഷൻസ് എന്നുള്ളതാണ്. ഡിസ്കഷൻ എന്നുള്ളത് ഏതെങ്കിലും ഒരു ഇതിൽ ടീച്ചേഴ്സും അതുപോലെ തന്നെ സ്റ്റുഡൻസും തമ്മിലുള്ള ഡിസ്കഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയയാണ് ഡിസ്കഷൻ ടാബ്. അതിൽ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് എൻറോൾഡ് സ്റ്റുഡൻസ് എന്നുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതായത് ഇതിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെ നെയിം അതിൽ എൻറ്റർ ചെയ്യാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ നമ്പർ അല്ലെങ്കിൽ എന്താണോ അവിടെ ഡിസ്കഷൻ നടക്കുന്നത് അതിൽ നമുക്കിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നമ്മളുടെ നെയിം ഇപ്പോൾ അവിടെ എൻറോൾഡ് സ്റ്റുഡൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ടെസ്റ്റ് ടാബാണ്. ടെസ്റ്റ് ടാബിൽ ടീച്ചേഴ്സ് ആഡ് ചെയ്യുന്ന ടെസ്റ്റ് MCQ ക്വസ്റ്റ്യൻസ് ഇവിടെ നിങ്ങൾക്ക് ഷോൺ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് റിസോഴ്സസ്, മാത്തമാറ്റിക്സുമായിട്ട് ടീച്ചേഴ്സ് അപ്ലോഡ് ചെയ്യുന്ന റിസോഴ്സസ് മെറ്റീരിയൽസ് ഈ ടാബിൽ നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ് അസസ്മെൻറ്റ് എന്നുള്ളതാണ്. അത് അസൈൻമെൻറ്റ്സും അല്ലെങ്കിൽ നോട്ട് കറക്ഷനും മറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയയാണ്. ഇതിൽ ഇപ്പോൾ ടീച്ചർ നൽകിയ ലേറ്റസ്റ്റ് റൈറ്റ് 2.1 ക്വസ്റ്റ്യൻ 2 to 4 ക്വസ്റ്റ്യൻ 2 to 4 സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിൽ സബ്മിഷൻ ഡേറ്റ് സബ്മിഷൻ ടൈമൊക്കെ ടീച്ചേഴ്സിന് നൽകാം. ഈ ഒരു പർട്ടിക്കുലർ അസൈൻമെൻറ്റിന് സബ്മിഷൻ ഡേറ്റും സബ്മിഷൻ ടൈമും നൽകിയിട്ടില്ല. അത് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുക 10 മാർക്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ടീച്ചർ നൽകിയിട്ടുള്ള ഓഡിയോ ഉണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നൽകുന്ന ഒരു ഇമേജും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി അതിലെങ്ങനെയാണ് നമുക്ക് നമ്മളുടെ അസസ്മെൻറ്റ്, ഇപ്പോൾ നമ്മളുടെ ഒരു എക്സാം എഴുതുക അല്ലെങ്കിൽ നമ്മളുടെ നോട്ട് എഴുതിയ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ താഴെയായിട്ട് ആഡ് ഫയൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നതായിരിക്കും, ഒരു പ്ലസ് സിമ്പല്. ആ പ്ലസ് സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് ഒന്നുകിൽ ക്യാമറ അറ്റ് എ ടൈമിൽ നമുക്ക് ഫോട്ടോ എടുത്തയക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് നമ്മൾ ഓൾറെഡി ഫോട്ടോ എടുത്തു വെച്ചതാണെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റ് ബട്ടണിൽ ആക്സസ് ചെയ്താൽ നമ്മളുടെ ഇതിൽ കാണുന്ന ഫോട്ടോസൊക്കെ എന്ത് ചെയ്യാം,
നിങ്ങൾക്കിതിൽ കാണുന്നതായിരിക്കും. അതിൽ നമ്മളെടുത്ത ഫോട്ടോസ് അത് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വോയിസ് നിങ്ങൾക്ക് അയക്കണമെങ്കിൽ റെക്കോർഡ് എന്നുള്ള ബട്ടൺ കൂടെ കൊടുത്ത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് സബ്മിറ്റ് അസസ്മെൻറ്റ് എന്നുള്ള വഴി നിങ്ങൾക്ക് ആ ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇതിൽ കാണുന്നത് സ്റ്റുഡൻസ് എന്നുള്ളൊരു ടാബാണ്. അതിൽ ആരൊക്കെയാണോ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ നെയിംസൊക്കെ നിങ്ങൾക്കതിൽ കാണാവുന്നതാണ്. ഇത്രയായിരിക്കും സ്റ്റുഡൻസിൻ്റെ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് കാണാവുന്നത്. അതേപോലെ തന്നെ ബാക്കിലോട്ട് വരികയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻ്റർഫേസ് ജോയിൻ ചെയ്ത ഇൻ്റർഫേസ് ഇതായിരിക്കും. അതിൽ ക്ലാസ് റൂം ഉണ്ടായിരിക്കും, ഏറ്റവും താഴെയായിട്ട് ക്ലാസ് റൂം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അക്കൗണ്ട് ഓപ്ഷൻസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലായിട്ട് നമ്മളുടെ നെയിം അതേപോലെ തന്നെ നമ്പറൊക്കെ കാണുന്നതായിരിക്കും. ഇനി ഈവൻ നമ്മളുടെ സിബ്ലിങ്സ് കൂടെ നമ്മളുടെ മറ്റ് ക്ലാസ്സുകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു വൈസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മറ്റു സിബ്ലിങ്സിന് കൂടെ മറ്റ് വൈസ് ക്ലാസ് റൂമുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ടീച്ചേഴ്സിന് മനസ്സിലാകാൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇപ്പോൾ തൻസീഹ് തേർഡ് ഇയർ ക്ലാസ് റൂം കൊടുക്കാം. അതേപോലെ തന്നെ ഇനി നമ്മളുടെ സിബ്ലിങ്സ് ആയിട്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആൻഡ് ഓപ്ഷൻ കൊടുത്തിട്ട് സിയാൻ ഫസ്റ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ഏതാണ് ക്ലാസ് എന്നുള്ളതൊക്കെ നമുക്കവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഇയർ എന്നൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇത് ഇനി നമ്മളുടെ ഈവൻ കേസ് നമ്മളുടെ ഫുൾ നെയിം അല്ലെങ്കിൽ നമ്മളുടെ നെയിം എന്തെങ്കിലും തെറ്റായിട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ടിൽ വന്നിട്ട് ഏറ്റവും മുകളിൽ നമ്മളെ നെയിം കൊടുത്തിട്ട് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് അതിൽ എഡിറ്റിംഗ് ഒക്കെ വരുത്താവുന്നതാണ്. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ നെയിം ഇവിടെ കാണിക്കും. അപ്പോൾ ഈ തൻസീഹ് തേർഡ് ഇയർ, സിയാൻ ഫസ്റ്റ് ഇയർ, ഇത് രണ്ടുമായിരിക്കും ടീച്ചേഴ്സിന് അവിടെ കാണുന്ന ഓപ്ഷൻസ് ഉണ്ടായിരിക്കുക, നിങ്ങളുടെ നെയിം കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് എടുക്കുക, അക്കൗണ്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ നെയിമും അതേപോലെ തന്നെ ഏരോ മാർക്ക് കാണുന്നതായിരിക്കും. ആ ഏരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ എന്തെങ്കിലും കറക്ഷൻസൊക്കെ വരുത്തണമെങ്കിൽ നമുക്ക് വരുത്തി അത് വീണ്ടും സേവ് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഇനി വേറെ ക്ലാസ് റൂമുകളിൽ വേറെയും നമ്മളുടെ സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്കുകൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് സബ്ജക്റ്റ് ടീച്ചേഴ്സ് നൽകുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ പെൻഡിങ് റിക്വസ്റ്റ് ഇവിടെ പോകുന്നതാണ്. ഇനി ഓൾറെഡി നമുക്ക് വേറൊരു ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ ഏറ്റവും താഴെ പ്ലസ് സിമ്പൽ കാണുന്നത്. ഈ പ്ലസ് സിമ്പലിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് ക്ലാസ് റൂം ID ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സ് നൽകിയിട്ടുള്ള ആ ഇൻവിറ്റേഷൻ ലിങ്കിൻ്റെ താഴെയായിട്ട് ക്ലാസ് റൂം IDയും നൽകിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇവിടെ ക്ലാസ് റൂം ID ക്ലിക്ക് ചെയ്ത് എൻറോൾ ചെയ്താലും ആ മറ്റൊരു ക്ലാസ് റൂമിലോട്ട് ഏതാണോ നമുക്ക് നൽകിയിട്ടുള്ള ക്ലാസ് റൂം അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വേറൊരു ക്ലാസ് റൂമിൻ്റെ ID നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ക്ലാസ് റൂം ID ജസ്റ്റ് ഒരു ക്ലാസ് റൂം ID ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. 41 45 17 94 1 ഇതൊരു ക്ലാസ് റൂം ID ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടീച്ചറെ നൽകിയിട്ടുള്ള ID ഉണ്ടായിരിക്കും. അതിൽ എൻറോൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു പെൻഡിങ് റിക്വസ്റ്റ് കാണിക്കും. തേർഡ് ബി അൻസാർ സ്കൂൾ മാത്തമാറ്റിക്സ്, തേർഡ് ബി ക്ലാസ് റൂം മാത്തമാറ്റിക്സിൻ്റെ ഒരു ക്ലാസ് റൂമാണ്. അതിൽ എൻറോൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ എൻറോൾമെൻറ്റ് ഇനി ടീച്ചേഴ്സ് ആദ്യം ചെയ്തതുപോലെ തന്നെ ടീച്ചേഴ്സ് നമ്മളുടെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്താൽ നേരത്തെ പോലെ തന്നെ നമുക്കതിൽ ഇവിടെ ഓൾ ക്ലാസ് റൂം എന്നുള്ളതിൽ ആ തേർഡ് ബി അൻസാർ സ്കൂൾ മാത്തമാറ്റിക്സ് ക്ലാസ് റൂമും കൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ക്ലാസ് റൂം എന്നുള്ള ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റിക്വസ്റ്റ് അയക്കാവുന്നതാണ്. ഓൾറെഡി റിക്വസ്റ്റ് അയച്ചത് കൊണ്ടാണ് അവിടെ കാണിക്കാത്തത്. അപ്പോൾ ഈ പ്ലസ് സിമ്പൽ കൊടുത്താൽ ഇവിടെ പെൻഡിങ് റിക്വസ്റ്റ്, നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തതെല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും. അത് ടീച്ചേഴ്സ് ആക്സെപ്റ്റ് ചെയ്താൽ ഓൾ ക്ലാസ് റൂംസിൽ നിങ്ങൾക്കത് കാണാവുന്നതുമാണ്. ഇത്രയാണ് ഒരു ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നമ്മളുടെ നെയിംസിൽ വല്ല തെറ്റുകളൊക്കെ വന്നാൽ അക്കൗണ്ട്സിൽ പോയിട്ട് നമുക്കത് തിരുത്തുവാനുള്ള ഓപ്ഷൻസ് കൂടെ ഉണ്ട്.